മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. പ്രമുഖ നടനുമായുള്ള തർക്കമാണ് ഈ പരാമർശത്തിന് പിന്നിലെന്നാണ് സൂചന. എന്നാൽ നടൻ ആരാണെന്ന കാര്യം ഈ പ്രൊഡ്യൂസർ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതോടെ പ്രമുഖ നടനാരെന്ന ചർച്ചയും സജീവമായി തന്നെ തുടരുകയാണ്. വന്നിട്ട് 10-15 വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. ശ്രീജ ശ്യാം ചേരുന്നു. ശ്രീജ, എന്ത് സാഹചര്യത്തിൽ ആരെക്കുറിച്ച് എന്ത് കാരണം ഇക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ലാതെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്? എന്താണ് ഇതിന്റെ സാധ്യത, സാഹചര്യങ്ങൾ? സജിത്ത്, അതാണ് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന സിനിമയുടെ ഒരു ചടങ്ങിൽ വെച്ച് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു ചടങ്ങിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിനിടയിലാണ് ലിസ്റ്റിൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ മുതൽ സിനിമ ആസ്വാദകരും പ്രേക്ഷകരും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇത് എന്താണ് സംഭവം, ആരാണ് ഈ നടൻ, എന്താണ് പ്രശ്നം എന്നത് ഇന്നലെ തൊട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റിനുമായി പലതവണ പലരും ബന്ധപ്പെടുകയും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിലും ലിസ്റ്റിൻ അതാരാണെന്ന് വെളിപ്പെടുത്താനൊന്നും തയ്യാറായില്ല. മലയാള സിനിമയിൽ വന്ന് 10-15 വർഷമായി കുറേയധികം സിനിമകളും ചെയ്തു. പക്ഷേ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഇന്നൊരു വലിയ തെറ്റിലേക്ക് തിരികൊളുത്തി എന്നതായിരുന്നു ആ പരാമർശം. അത് വേണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ ഇത് ആ നടൻ കാണും, ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൃത്യമായി ആരാണോ ആ തെറ്റ് ചെയ്തത് അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു ലിസ്റ്റിന്റെ ഈ മുന്നറിയിപ്പ്. ഏതാണ്ട് ഒരു ഭീഷണി സ്വരത്തിൽ ഇത് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാലപ്പടക്കമാവുമെന്ന് പറയുമ്പോൾ അതാ നടന് മനസ്സിലാവുന്ന മാത്രം ഭാഷയിലായിരുന്നു ലിസ്റ്റിൻ പറഞ്ഞതെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ബേബി ഗേളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ. ലിസ്റ്റിന്റെ ആ സിനിമയിൽ അഭിനയിക്കുന്ന നടനാണ് ഈ പ്രശ്നത്തിൽ ലിസ്റ്റിൻ പറയുന്ന താരം, പ്രമുഖ താരം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ സെറ്റിൽ ഒരു ദിവസം മാത്രം ജോലി ചെയ്ത ശേഷം അദ്ദേഹം ആ സെറ്റിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുത്തു. അതിനുശേഷം മലയാളത്തിലെ മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയും അവിടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. അത് കുറച്ചു കാലമായി നടക്കാതിരുന്ന ഒരു സിനിമയായിരുന്നു. വളരെ പെട്ടെന്ന് ഇദ്ദേഹം ആ സിനിമയുടെ തുടക്കം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം എന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അതിന്റെ പോസ്റ്റുകളും അപ്ഡേറ്റുകളും ഒക്കെ വരികയും ചെയ്തു. ഇതാണ് ലിസ്റ്റിനെ പ്രകോപിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഈ നടൻ ആരെന്ന ചർച്ചകൾ വളരെ സജീവമായി നടക്കുമ്പോൾ ഈ നടനെ ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേളിന്റെ സംവിധായകനായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. അങ്ങനെ ആ അൺഫോളോ ചെയ്ത നടൻ ആരെന്ന്, അത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആ നടന്റെ പേര് പറയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇത് സിനിമാ വൃത്തങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ഈ സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്തായാലും ആ യുവ നടനെ കുറിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ചത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം. ലിസ്റ്റിൻ സ്റ്റീഫനുമായി വളരെ അടുത്ത സൗഹൃദം അയാൾക്കുണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ചെയ്ത ഈ കാര്യമാണ് ലിസ്റ്റിനെ പ്രകോപിപ്പിച്ചത്. അതാണ് ഇന്നലെ ലിസ്റ്റിന്റെ മറ്റൊരു സിനിമയായ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ ലിസ്റ്റിന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാൻ കാരണമായ സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രം എന്ന് പറഞ്ഞു. ആ ചിത്രത്തിന്റെ ഒരു 3 ദിവസത്തെ ഷൂട്ട് നടന്നു. അതിനുശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ വിവാദമാവുന്നതും ഇതേ തുടർന്ന് വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജ, ഇതിൽ സിനിമാ മേഖലയിലുള്ള ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ ആ തരത്തിൽ വരുന്നുണ്ടോ? കാരണം എന്തു തരത്തിലാണ് ഇവർ തമ്മിലുണ്ടായ തർക്കം, അതല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഇടനിലയിൽ ഉണ്ടായിട്ടുണ്ടോ? ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ലിസ്റ്റിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ആഗ്രഹിക്കുകയാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്തരം സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നു?
സജിത്ത്, ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ വളരെ ശ്രദ്ധേയനായ ഒരു നിർമ്മാതാവാണ്. ലിസ്റ്റിൻ നമുക്കറിയാവുന്നതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററാണ്. വളരെ ശക്തമായ സ്വാധീനമുള്ള ഒരാളാണ്. ലിസ്റ്റിൻ പറയുന്നത് മറ്റാരും ഇതിൽ ഇടപെടാനല്ല, അതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പിൻ്റെ തന്നെ ഭാഷയാണ്. ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതിനുള്ള പ്രത്യാഘാതം രൂക്ഷമാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് ആ നടന് നൽകുക തന്നെയാണ് ലിസ്റ്റിൻ ചെയ്യുന്നത്. അത് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇതാ നടൻ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതൊരു തെറ്റിന്റെ തുടക്കമാണ്. ഇനി ഈ തെറ്റ് ആവർത്തിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് ശരിയായ പ്രവണതയല്ല എന്ന് പറയുന്നത് കൃത്യമായ ആ നടനുള്ള മുന്നറിയിപ്പാണ്. അതിൽ മറ്റാരെങ്കിലും ഇടപെടണമെന്നൊന്നുമല്ല. ഈ സിനിമയിലേക്ക് ഈ പറയുന്ന നടൻ എത്തുന്നത് വളരെ അവസാന ഘട്ടത്തിലാണ്. അതിനു മുൻപ് കുഞ്ചാക്കോ ബോബൻ ചെയ്യാനിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. കുഞ്ചാക്കോ ബോബൻ അവസാന നിമിഷം ആ ചിത്രത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഈ നടൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റിലുമൊക്കെ അദ്ദേഹത്തിന് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. പിന്നെ തുടർച്ചയായി നടന്ന ഒരാഴ്ചത്തെ ഷൂട്ടിൽ നൈറ്റ് ഷൂട്ടായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അതിലൊക്കെ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാഴ്ചത്തെ സമയം അദ്ദേഹം ചോദിക്കുന്നത്. ആ ഒരാഴ്ചത്തെ ഒരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് സെറ്റിൽ നിന്ന് മാറി മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതാണ് ഇത്രയേറെ പ്രകോപിപ്പിച്ചത്. അത് നമുക്കറിയാവുന്നതുപോലെ ഒരു സിനിമ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് ഒരിടത്തു നിന്ന് ബ്രേക്ക് എടുത്ത് മറ്റൊരിടത്ത് പോയി അതുവരെ തുടങ്ങാതിരുന്ന ഒരു സിനിമ തുടങ്ങി അതിൽ അഭിനയിക്കുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. സ്വാഭാവികമായും സിനിമയിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ആശയധാരണയിലൊക്കെയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇത്തരത്തിലൊരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി മറ്റൊരു സിനിമയിൽ അഭിനയിച്ചതാണ് ഇത്രയും പ്രകോപിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ ആ നടന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന തരത്തിലാണ് സിനിമാ മേഖലയിലെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. ഇതിൽ ആരും പേര് പറയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഈ ചർച്ചകൾ ആ പ്രമുഖ നടൻ ആര് എന്ന രീതിയിൽ പുരോഗമിക്കുന്നത്. പ്രമുഖ നടൻ ആരെന്ന ചോദ്യമുണ്ട്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ തൻ്റെ സിനിമയിൽ സഹകരിക്കുന്നതിൽ നിന്നും ഒരു പ്രമുഖ നടൻ വിമുഖത കാട്ടുന്നു, അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ധാരണയ്ക്ക് വിരുദ്ധമായി പെരുമാറുന്നു എന്നതാണ് ഇത്തരം തുറന്നു പറച്ചിലിന് ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. മലയാള സിനിമയിൽ അങ്ങനെയെങ്കിൽ ഈ പ്രതികരണം തുടർ ചർച്ചകൾക്ക് ഇടവച്ചേക്കാം. എന്തായാലും നടന് മുന്നറിയിപ്പ് നൽകുക തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ നടന്ന ഫിലിം ലോഞ്ചിനിടയിലാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം മാധ്യമപ്രവർത്തകരടക്കം നിൽക്കുന്ന ആ വേളയിൽ അദ്ദേഹം നടത്തുന്നത്. സ്വാഭാവികമായും ഇത് ഒരു സമ്മർദ്ദതന്ത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും സിനിമാ മേഖലയിൽ ഇതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയും. യെസ്, നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. വലിയ ചർച്ചകളാണ്, പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്.